തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടി. പച്ചക്കറി വ്യാപാരം നടത്തുന്ന രാമവർമ്മപുരം സ്വദേശി ലിനോഷിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത്. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ പേരിലായിരുന്നു തട്ടിപ്പ്. തൃശൂർ അശ്വിനി ജംഗ്ഷനിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ലിനോഷിയയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിരുന്നു. പിന്നാലെ തട്ടിപ്പുകാർ വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടു. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനെന്ന പേരിലായിരുന്നു ബന്ധപ്പെട്ടത്. ഇതിനായി ക്രെഡിറ്റ് കാർഡിൻ്റെയും ATM കാർഡിൻ്റെയും ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ലിനോഷിയ അയച്ചു നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ലിനോഷിയയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 49,000 രൂപയും അക്കൗണ്ടിൽ നിന്ന് 99,000 രൂപയും നഷ്ടപ്പെടുകയായിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ടാറ്റയുടെ ഇൻഷുറൻസിൻ്റെ 99,000 രൂപ ഡെബിറ്റായി പോയി. പിന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 19,000 ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് 48,000 രൂപ എടുത്തു. ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ വെസ്റ്റ് എൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നടത്തണതാണ് പൂങ്കുന്നത്ത്. പക്ഷെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ കാശ് ഒരു ദിവസം പോലും മുടക്കെടുക്കാതെ അധ്വാനിച്ചുണ്ടാക്കണ കാശാണ്. അത് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആണ്. അതെന്താ ഇങ്ങനെ വന്നേ നോക്കിയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോൾ അവിടെ നെറ്റ് കണക്ഷൻ ഇല്ല, അതിന്റെ പ്രിന്റ് ഔട്ട് തരാമെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് കാർഡായിട്ട് സംസാരിച്ചു, ക്രെഡിറ്റ് കാർഡിന്റെ മാനേജറായിട്ട് സംസാരിച്ചു. അപ്പൊ ഇത് ക്യാഷ് വിഡ്രോ ചെയ്തപ്പോൾ മനസ്സിലായി ഫ്രോഡാന്ന്. അപ്പൊ തന്നെ അവര് 7-ാം തീയതി 9 മണിയാകുമ്പോഴേക്കും അത് ലോക്കിൻ ചെയ്തു. ക്രെഡിറ്റ് കാർഡ് ഇനി ഉപയോഗിക്കാത്ത രീതിയിൽ അവരാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ 48,000 പോയി. അത് അവര് ഇൻഷുറൻസ് എന്തെങ്കിലും ചെയ്തിട്ട് തരാമെന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. സൈബറിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സൈബറിൽ കൊടുക്കാൻ താഴത്തെ ബാങ്കിൽ കയറിയിട്ട് നോക്കിയപ്പോൾ ബാങ്കിന്റെ കയ്യിൽ സ്റ്റേറ്റ്മെന്റിന് നെറ്റ് കണക്ഷൻ ഇല്ല എന്നുകൊണ്ട് തന്നെ മടക്കി അയച്ചു. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സൈബർ സെല്ലിലും ബാങ്കിലും പരാതി നൽകി കാത്തിരിക്കുകയാണ് ലിനോഷിയ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.